അമ്മിണി, അമ്മ നിനക്ക് ഒന്നും തന്നില്ലേടി? അമ്മേ, സന്തോഷിന്റെ അമ്മ തന്നതാ. കല്യാണി ചേച്ചി തന്നില്ലേ മോനെ? നാളെ തരാന്ന് പറഞ്ഞു. മോൻ ആടിന് തീറ്റ കൊടുക്ക. പിണ്ണാക്കുള്ള അമ്മ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുളിച്ചിട്ട് വാ, അമ്മയ്ക്ക് ജോലിക്ക് പോകണ്ട. ശരി അമ്മേ. മോനെ, അമ്മ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് വാതിലും പൂട്ടി സ്കൂളിലേക്ക് പോയിക്കോ. വൈകുന്നേരം കല്യാണിക്ക് പുല്ല് കൊടുക്കുമ്പോ അമ്മണിക്കും കൊടുക്കണേ. ശരി അമ്മേ. പ്രാർത്ഥിച്ചിട്ടേ പോവാ മോനെ. പിന്നെ മോനെ, മോൻ പോകുമ്പോ ആ പാട്ടയിലുള്ള 50 രൂപ എടുത്ത് പലചരക്ക് കടയിൽ കൊടുത്തേക്കൂട്ടോ. ബാക്കി അമ്മ തരുന്ന് പറഞ്ഞാ മതി. വേഗം കഴിക്കും മക്കളെ, ഓട്ടോ വരെ സമയായില്ലേ. അവര് കഴിക്കട്ടെ. സന്ധ്യ ആരാ നോക്കി? ജോളിച്ചേട്ടനായിരിക്കും പപ്പ. ഇതാരാ ഇത്? ജോളി മോനോ? കേറി വാ. ജോളിയോ? വായിരിക്കെ, കാപ്പുടിക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാലും ഒരു ഇഡ്ലി കമ്പനിക്ക് വേണ്ടി. വേണ്ട രാജേഷേ. ഇവരിപ്പോ റെഡിയാവും. മോനിരിക്കെ. ഇരിക്കും മോനെ. എനിക്ക് മതി പപ്പ. അത് പറ്റില്ല. പപ്പയ്ക്ക് വേണ്ടി ഒരു കഷ്ണം കൂടി. പപ്പയ്ക്ക് എപ്പോഴും മോളോടാ ഇഷ്ടം. പപ്പയുടെ ഒരു പുന്നാര. നിങ്ങളുടെ ഓട്ടോ എത്തിയില്ലല്ലോ. ഇന്ന് പപ്പ ആദ്യം. എന്റെ ബാഗും ഫയൽ എടുത്തു. വാ. ടാറ്റ പപ്പ. വാ മക്കളെ. വേഗം വാ. രാജേട്ടാ, ഈ കുട്ടി ഏതാ? ഇവൻ ഇന്നു മുതൽ നിങ്ങളുടെ കൂടെ വരുന്നത്. ഇവിടെ സ്ഥലമില്ല. ജോളി മുമ്പ് കയറട്ടെ. അവൻ കയറണ്ട, നടന്നു വന്നാ മതി. കൊറേ കാലമായി ഓസിന് കയറണത്. താൻ എന്തായി പറയുന്നേ? ജോളിയെ കേട്ടില്ലേ ഞങ്ങളും വരുന്നില്ല. രാജ ഇറങ്ങാനാ പറഞ്ഞേ. എന്താ രാജ? ഒന്നുമില്ല ചേച്ചി, ഇന്നു മുതൽ ഒരു കുട്ടിയുടെ കൂടുതലുണ്ട്. അല്ലെങ്കിൽ തന്നെ സ്ഥലമില്ല. ഇപ്പൊ തന്നെ ഓവർലോഡാ. കുട്ടികൾ എന്തിനാ പിണങ്ങി നിക്കണ രാജ? അത് സന്ദേശിച്ചേ ഞാൻ ഈ ചെക്കനോട് നടന്നു വന്നോളാൻ പറഞ്ഞു. സ്ഥലമില്ലാഞ്ഞിട്ടാ. അതല്ല മമ്മി, ഇയാള് ജോളിയോട് പറയാ ഓസിന് വരണ്ടാന്ന്. ഇങ്ങനെയാണോ രാജ കുട്ടികളോട് പെരുമാറുന്നത്? എന്താ രാജ, ജോളിമോനെ കൊണ്ടാവാൻ തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? കുഴപ്പമില്ല ചേച്ചി. വല്ലവന്റെ കൈയും കാലും പിടിച്ചാ ഞാൻ ഈ വണ്ടിയും കൊണ്ട് വരുന്നു. ഇതെന്റെ കുടുംബത്തിന്റെ വയറ്റിപ്പഴപ്പാ. ഞാൻ കൊണ്ടുപോയിക്കോളാം. പൊന്നുപോലെ കൊണ്ടുപോവാ. ജോളിമോൻ കയറ്, മോളും കയറിക്കോ. കയറ് മോനെ, ബെല്ലടിക്കാൻ സമയമാവണോ. കേറ്. രാജേഷ് മുന്നിൽ കയറിക്കോളൂ. നോയിക്കോണേ രാജ. ശരി ചേച്ചി. ഗുഡ് മോർണിംഗ് മാഷേ. ഗുഡ് മോർണിംഗ്.
മാഷിന്റെ ഏകാഗി എന്ന കവിത നന്നായിരിക്കുന്നു. താങ്ക് യു. ജയന്തി ടീച്ചറും ലിസി ടീച്ചറൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞത്. ടീച്ചറിനെ പോലുള്ളവർ നന്നായി എന്ന് പറയുമ്പോ മനസ്സിനൊരു സുഖമുണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ടീച്ചർ കവിതകളൊക്കെ വായിക്കാറുണ്ടെന്ന് ഈ അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞത്. അങ്ങനൊന്നുമില്ല, കുറച്ചൊക്കെ. ടി വി വന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ വായനാശീലം വളരെ കുറഞ്ഞു അല്ലേ? മാഷ് പറഞ്ഞത് വളരെ ശരിയാ. ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലട്ടെ. ഗുഡ് മോർണിംഗ് എവരിബഡി. ആഹാ, ചിത്രം നന്നായിട്ടുണ്ടല്ലോ. ബഷീർ ആയിരിക്കും ചിത്രകാരൻ. ബഷീർ ഇതുവരെ പൂച്ചയെന്ന് എഴുതാൻ പഠിച്ചില്ലേ? ബഷീർ ആ ബോർഡ് തുടക്കേ. അനിൽ കെ വി. പ്രസന്റ് ടീച്ചർ. അനുരാധ പി എസ്. പ്രസന്റ് ടീച്ചർ. ടീച്ചർ ഒരു എന്താ മുകുന്ദ? ഒരു മിനിറ്റ്. ടീച്ചർ ഒന്ന് സഹായിക്കണം. അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണം. ഒരു 250 രൂപ വേണം. അത്രയും ഉണ്ടാവുന്ന തോന്നുന്നില്ല. എന്നാലും നോക്കട്ടെ. ഈ ക്ലാസ് കഴിയുമ്പോ മുകുന്ദൻ ടീച്ചേഴ്സ് റൂമിലേക്ക് വരൂ. ശരി ടീച്ചറെ. മുകുന്ദൻ ഇന്ന് എന്ത് പറ്റി? എച്ചം ആണല്ലോ ഇന്ന് ബെല്ലടിച്ചത്. ചെല്ലയല്ല, എച്ചമ്മ വലിയ കോപത്തില്ല. ഇന്നെന്താ മുന്ത ലീവാണോ? അല്ല, പറ്റിയാലും ഒപ്പിടും, അല്ലെങ്കിൽ ലീവാകും. ഏതായാലും എച്ചമ്മിന് കാണട്ടെ. സാർ. ഓ വന്നോ? എവിടായിരുന്നു ഇതുവരെ? താൻ എന്ത് കരുതി? തോന്നുമ്പോ കയറി വരാൻ ഇതെന്താ സത്രമാണോ? സാർ അത് ഒന്നും കേക്കണ്ട. ഇന്നെങ്കിലും എനിക്കൊന്ന് അറിയണം, ഞാനാണോ താനാണോ ഇവിടുത്തെ പ്യൂൺ? സാർ ഒരു പ്രശ്നം. എന്നാടോ തനിക്ക് പ്രശ്നമില്ലാത്തത്? ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും തനിക്ക് അറിയണ്ടല്ലോ. ട്രഷറി പോണം, AEO ഓഫീസിൽ പോണം, എല്ലാറ്റിനും ഞാൻ ഒരാളുണ്ട്. താൻ എന്താടോ ഇങ്ങനെ ഉത്തരവാദിത്തമില്ലാതെ നടക്കുന്നേ? എടോ മുകുന്ദ, ഈ ഫയലുകൾ അത്യാവശ്യമായി AEO ഓഫീസിൽ എത്തിക്കണം. ശരി സാർ. ആ, താൻ ഒപ്പിട്ടിട്ട് പോകോ. എത്രയായി? 16. ആ, 4 കൂടെ എടുത്തോ. ആ. അല്ല മേരി, ഞാൻ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുക. നീ വല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ മോളെ. അതെങ്ങനെ വല്ലതും കഴിച്ചാലല്ലേ? നിന്നോട് ചോദിച്ചോ? നീ നിന്റെ പണി നോക്ക്. മേശ്വരിയോട് നല്ലതും പറയാൻ പാടില്ല, ചീത്തയും പറയാൻ പാടില്ല. ആ മേരി കുഞ്ഞെ, പനമ്പ് വർക്ക് ചെയ്ത് ഒരു ആടിനെ കൊടുക്കാനുണ്ട്. നല്ല കറവയുള്ള ഇനമാ, വാങ്ങി കെട്ടിക്കൂടെ? വേണ്ട മേസ്ത്രി, ഒരെണ്ണം ഉള്ളതിനെ തന്നെ മോനാ നോക്കി നടത്തുന്നത്. അത് കാരണം കൊച്ചിന് പഠിക്കാൻ കൂടി സമയം കിട്ടുന്നില്ല. എത്ര നാളാന്ന് വെച്ചാ നീ ഇങ്ങനെ ഒറ്റയ്ക്ക്? കൂട്ടിനൊരാള് വേണ്ടേ മോളെ? എനിക്ക് ആരും വേണ്ട മേസ്ത്രി. എനിക്ക് എന്റെ മോനുണ്ട്. എങ്ങനെ അവനെ പഠിപ്പിച്ച് ഒരാളാക്കണം. അതുവരെയും കർത്താവിനെ ജീവനോട് വെച്ചാ മതി. കർത്താവ് ഒരിക്കലും നിന്നെ കൈവിടില്ല മോളെ. നിന്റെ വിഷമങ്ങളൊക്കെ ഒരിക്കൽ തീരും. വറിയതുണ്ടായിരുന്നപ്പോ എങ്ങനെ കഴിഞ്ഞ കുടുംബ കാലൻ ടിപ്പർലോറിയുടെ രൂപത്തിലല്ലേ അവനെ കുഴിയിലാക്കിയത്. പാവം. ഒക്കെ വിധിയാടോ. കർത്താവ് തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളെല്ലാം നടക്കും. ആ, ഞാനൊന്ന് സിമന്റ് വരെ പോയിട്ട് വരാം. ജോളി
ജോളിയേട്ടാ ജോളിയേട്ടാ അമ്മ വന്നോട്ടതാ. ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. സാറിന് സുഖമില്ലാന്ന് പറഞ്ഞു. നീ കഴിക്ക. ഇപ്പൊ വേണ്ടടാ, ഞാൻ അമ്മ വന്നിട്ട് കഴിച്ചോളാം. ജോളിയേട്ട ഈ അമ്മിണിയോട് കുത്തുവോ? ഏയ്, ഇവള് പാവോ. എന്നാ ഞാൻ പിടിച്ചോട്ടെ. നിന്റെ അമ്മ വരാറായോ? ഇരുട്ടുന്നതിന് മുമ്പ് വരും. എടാ, ഈ സൈക്കിളിന് എത്ര രൂപ? ആവോ, എനിക്കറിയില്ല. പപ്പ വാങ്ങി തന്നതാ. അയ്യോ ചേട്ടാ, അമ്മ. അയ്യോ, ചോര. സാരമില്ല. കരയാതെ മോളു. നീറ് നീറ്. അയ്യോ വേണ്ട. നീറുവോടാ? ഇല്ലടാ. ഇപ്പൊ നീറുന്നുണ്ടോ? ഇല്ല. ഇതാ ഞാൻ ഇവളെയും കൊണ്ട് വരാത്ത. മമ്മി ഇനി എന്നെ വഴക്കു പറയും. വാ പോവാം. ചേട്ടാ കുറച്ച് കഴിഞ്ഞ് പോവാൻ. വാ മോളൂട്ടി. ചേട്ടാ ജോ ചേട്ടാ. പിന്നെ വരാടാ.